ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി ഗോതമ്പ് കേക്ക് ഉണ്ടാക്കാം. അതും വളരെ എളുപ്പത്തിൽ. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ്. അതൊരു 250 ml പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഞാനൊരു 250 ml അടുപ്പിച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ ഒരുപോലെ തന്നെയാണ് എടുക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് രണ്ടും കൂടി നമ്മുടെ പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഒരു 3 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ച് പതച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. കുറച്ച് വലിയ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്കിനി മാവൊക്കെ അതിലോട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ച് കുഴിവുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഞാനിവിടെ മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് മാവാണ്. അതൊരു 250 ml ഗോതമ്പ് മാവുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ആ സെയിം അളവ് തന്നെയായിരിക്കും. 250 ml ഗോതമ്പ് അല്ലെങ്കിൽ മൈദ മാവ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ആയിട്ടിട്ട് നമുക്ക് ആ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഒന്നിച്ചിട്ട് അത് കറക്റ്റായിട്ട് ഇളകി വരാൻ പാടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഞാൻ ഒത്തിരിച്ച് മാവിട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ട എന്നുള്ളവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നമ്മുടെ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ സോഡാപ്പൊടിയും നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ മാവിൽ തന്നെ ഇട്ട് ഇളക്കിയും ചേർക്കാം, എങ്ങനെയും ചേർക്കാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ടിയായി ഇരിക്കുവാണ്. മാവിൻ്റെ തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സിങ്ങിലാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു പരുവം ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഓയിലും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എണ്ണ നമ്മുടെ മാവുമായിട്ട് മിക്സായിട്ട് വരണം. സാവകാശം തന്നെ ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ അടിച്ച് പതച്ച് കഴിഞ്ഞാൽ ഉള്ളതെല്ലാം വെളിയിൽ പോവും. അതുകൊണ്ട് സാവകാശം തന്നെ ആ എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്തിൽ ഞാനിവിടെ അടുപ്പ് കത്തിക്കുകയാണ്. നമുക്ക് നമ്മുടെ പാത്രം ചൂടാക്കാൻ വയ്ക്കണം. ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ചിരുന്നത്. അതിൻ്റെ അടിയിൽ ഒരു തട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ തീയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഞാനിവിടെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ നട്ട്സ്, എന്താണോ നമ്മുടെ കയ്യിലുള്ള നട്ട്സ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ജസ്റ്റ് എണ്ണ തൂത്ത് പൊടിയിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നന്നായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഈ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടായ നമ്മുടെ കുക്കറിൻ്റെ അകത്തോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ വിസിലിടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ അതൊരു 3/4 മണിക്കൂർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് തുറന്ന് നോക്കാം. കേക്കൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈർക്കിലായിട്ട് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെന്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിൽ നിന്ന് മാറ്റുവാണ്. ഇനി അത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേക്ക് കട്ടിങ് നടക്കുകയാണ്. അതിന് നല്ല ഹാപ്പിയായി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.